നമസ്കാരം സാർ. ഷാജൻ ചേട്ടാ നമസ്കാരം. എൻ്റെ വീട്ടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ശങ്കരേട്ടൻ താമസിക്കുന്നുണ്ട്. ശങ്കരേട്ടൻ ജോലി ചെയ്യുന്ന ഒരു ചായക്കട നടത്തുന്നത് 9 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരുടെയും. ഭയങ്കരമായ മറവിയാണ്. മറവി എന്ന് പറഞ്ഞാൽ ഒരു 1.5 മറവി. ഒരു ദിവസം ശങ്കരേട്ടൻ ഒരു മെഴുകുതിരിയും കത്തിച്ച് ഇങ്ങനെ വരുന്ന, അപ്പോൾ പെട്ടെന്ന് അങ്ങനൊരു വാഹനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മെഴുകുതിരി കെട്ടുപോകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ശങ്കരേട്ടൻ വന്ന വഴിയെ തിരിഞ്ഞു നിന്ന് അങ്ങനെ ലോറി പോയി. അപ്പോൾ പിന്നെ ശങ്കരേട്ടൻ എന്ത് ചെയ്യുന്നറിയോ? നേരെ വന്ന വഴിയെ നടന്ന് തിരിഞ്ഞു നിൽക്കാൻ മറന്നുപോയി ശങ്കരേട്ടനോട്. ഇതാണ് ശങ്കരേട്ടൻ്റെ മറവി. അത് മാത്രമല്ല, മൂപ്പർക്ക് പണ്ട് കാലത്ത് മൂപ്പർ ചായ കച്ചവടം നടത്തുന്ന സമയത്ത് എപ്പോൾ ചായയിൽ ഉറുമ്പ്. അപ്പോൾ എല്ലാവരും പറയും, എന്തെന്നാ ശങ്കര ഇതിൻ്റെ ചായയിൽ എപ്പോൾ ഇങ്ങനെ ഉറുമ്പ്, ഇത് എന്ത് നല്ലൊരു ചായ എനിക്ക് എപ്പോഴും തരുവാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു, നാളെ തൊട്ട് ചായയിൽ ഉറുമ്പുണ്ടാവില്ല, 100%. മൂപ്പർ വീട്ടിൽ പോയി ഒരുപാട് ചിന്തിച്ച് മൂപ്പർ എന്ത് ചെയ്യുന്നറിയോ? ഈ ചായ ഉണ്ടാക്കുന്നത് ഒരു മൊത്തം ടേബിൾ ഉണ്ടല്ലോ, ടേബിൾ അത് നമ്മുടെ പഞ്ചസാര, പാല്, ചായപ്പൊടി അതെല്ലാം ഉണ്ടാവുക. ഈ ടേബിൾ മൊത്തം മൂപ്പർ 4 കാലും വെള്ളത്തിലെടുത്ത് വെച്ചു. എന്നാ പിന്നെ ഇനി ഉറുമ്പ് വരട്ടെ നോക്കുമ്പോൾ പിറ്റേന്ന് ചായ കൊടുത്ത് പോകുമ്പോൾ പിറ്റേന്ന് ഉറുമ്പ്. അവിടെ മൂപ്പർ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. മൂപ്പർ ഇങ്ങനെ ചിന്തിച്ചോ നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാം? ഉറുമ്പ് ഇങ്ങനെ നിരനിരയായിട്ട് പോന്നാ ചുമരുമ്മ കൂടി തന്നെ കയറിയിട്ട് മുകളിൽ പോയിട്ട് ഭരണീന്റെ അടുത്ത് നിൽക്കും. എന്നിട്ട് ആടുന്ന് താഴോട്ട് നോക്കിയിട്ട് കാലും കൈയും വിട്ടുവിടുക ഭരണിയിലേക്ക്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഉറുമ്പ് പഞ്ചാര കണ്ടാൽ മരിക്കും എന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞ്, ഇനി ഉറുമ്പില്ലാത്ത ചായ എനിക്ക് തരുവാനാവില്ല, ഇതാണ് ഉറുമ്പിന്റെ സ്ഥിതി എന്ന് പറഞ്ഞ്. പിന്നെ മൂപ്പർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പഞ്ചാര ഭരണിക്ക് അടപ്പെട്ടിട്ട് അതിന്മേൽ ഉപ്പ് നേരി വെച്ച് പിന്നെ ഉറുമ്പ് വന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ നാട്ടിലേക്ക് കക്കട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു 6:30 മണി കഴിഞ്ഞാൽ വാഹനം വലിയ പ്രശ്നമാണ്, ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കും. ഒരു ദിവസം നമ്മുടെ ശങ്കരേട്ടൻ ഇങ്ങനെ, ഞാൻ അന്നാ മൂപ്പർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ചാറ്റൽ മഴ, ഹെൽമെറ്റ്, കോട്ട്, മാസ്ക് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാവാത്ത രീതിയിൽ അടുത്ത് ചവിട്ടി കയറിക്കൊന്നാണ്. അപ്പോൾ വണ്ടി അങ്ങനെ പോകുന്നത് വേഗം കയറി. ഇദ്ദേഹം ആര് നമ്മളെ ബൈക്കിന്റെ പിന്നിൽ കയറി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കഴിയുന്ന സമയത്തേക്ക് നമ്മൾ ആരാണെന്ന് അറിയാന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടാവും. ഞാനത് പിടുത്തം കൊടുത്തില്ല. കുറെ കഴിഞ്ഞാൽ എൻ്റെ പുറത്ത് ചൊട്ടി ശങ്കരേട്ടൻ ചോദിച്ചു, ആരേനു എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നാണ്. ഞാനിവിടെ പറഞ്ഞു, ഞാനങ്ങ് വിലങ്ങാടാന്ന് പറഞ്ഞു. ഞങ്ങളെ നാട്ടിന്റെ അപ്പുറത്തൊരു 12 കിലോമീറ്ററിലൊരു സ്ഥലം ഞാൻ സൗണ്ട് മാറ്റി പറഞ്ഞു. അടുത്ത ചോദ്യം എന്താണെന്നറിയാം? കൈവേലി ആരെങ്കിലും പരിചയം തരോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സുധൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, മൂപ്പർ 1-2 പരിപാടിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയമൊന്നുമില്ല, മൂപ്പർ എങ്ങനെ എന്ന് ചോദിച്ചു. അയാൾ പറയാ, മൂപ്പർ നേരം വെളുക്കുമ്പോൾ മിമിക്രിയും പാട്ടെല്ലായിരിക്കണം നടക്കും, 10 രൂപ കൊല്ലായി, അതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതുവരെ വീട്ടിന്റെ പണി ഇതുവരെ തീർത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ച് മേടിച്ച് ഒന്നും അനങ്ങിയില്ല. നല്ല അവാർഡല്ലേ എനിക്ക് കിട്ടിയേ. വണ്ടി അങ്ങനെ മുന്നോട്ട് പോയി മൂപ്പറെ സ്ഥലം ഇറങ്ങിയേറെ. മൂപ്പർ ഇറങ്ങിയേറെ ഞാൻ മാസ്ക് മേലെ താത്തി പറഞ്ഞു, ശങ്കരേട്ടാ ഇത് ഞാനാ സുധനാ കേട്ടോ എന്നാണ്. ശങ്കരേട്ടൻ ആകെ ചമ്മി എന്നൊരു അടിയോ അടിച്ച് എന്നോട് പറഞ്ഞു, കള്ള ഒന്ന് പറയേനു, ഇനിയിപ്പോൾ ഇത് നിങ്ങൾ വാട്സപ്പ് ടൈമിൽ അതിനകത്തെല്ലാം ഉണ്ടാവില്ല, എന്നെ കൊണ്ട് പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞു പോന്നു. 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇവരെ കുറേ കഥകളും തമാശകളും ഉണ്ടല്ലോ, ഇവരൊന്ന് പരിചയപ്പെടുന്നതെന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ കടയിൽ പോയി നോക്കുമ്പോൾ ആരുമില്ല. ഒരു 3-3:30 ടൈം. അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഞാൻ പഴയ കഥകൾ ഉണ്ടെങ്കിൽ കുറേ കാണിച്ചിട്ട് മുമ്പ് എന്നോടൊരു കഥ പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഒരു സ്വയംവരം നടന്ന കഥയാണ് ഒരു കൊട്ടാരത്തിൽ. അപ്പോൾ ഈ രാജകൊട്ടാരത്തിൽ നമുക്കറിയാം, സ്വയംവരം എന്ന് പറയുന്ന സമയത്ത് മല്ലന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കണം, വില്ല് കൊലക്കണം, ഇങ്ങനെയൊക്കെയാണ് സ്വയംവരം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണം ഈ സ്വയംവരം വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ മന്ത്രി പറഞ്ഞു ഓക്കെ. ഇപ്പോൾ രാജാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു അമിതമായ യുദ്ധം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട, രസകരമായ നല്ല എളുപ്പമുള്ള നല്ല തമാശകൾ എന്തെങ്കിലും കൂടിയ നല്ല ബുദ്ധിപരമായ എന്തെങ്കിലും ഒരു മത്സരം മതി എന്നാണ്. അപ്പോൾ അവിടെ മന്ത്രി പറഞ്ഞു ഓക്കെ നമുക്ക് ശരിയാക്കാന്നാണ്. അവിടെ നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ട്, ഒരു 5-10 ആളും കൂടി ഇങ്ങനെ നോക്കുന്ന നല്ല ആനയാണ്, എന്ത് പറഞ്ഞാൽ അതുപോലെ കേൾക്കും, അടിപൊളി ആനയാണ്. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവ് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആന ഇങ്ങനെ നിൽപ്പുന്ന് കാലൊന്ന് അനക്കാൻ ആർക്കാ പറ്റുന്നത്, ആരാണോ വരുന്നത് വന്നിട്ട് കാലനക്കാൻ പറ്റുന്ന ആനന്റെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാന്നാണ്. അപ്പോൾ മൊത്തം അനൗൺസ് ചെയ്ത് അങ്ങനെ ആളുകളൊക്കെ വന്നു, ഒരുപാട് രാജാക്കന്മാർ വന്നു, ഭയങ്കര ആഘോഷം. പലരും വന്ന് ഇങ്ങനെ മത്സരം നടത്തി. ആനേന്റെ കാലളക്കാൻ ആർക്കും പറ്റുന്നില്ല, എല്ലാവരും മടങ്ങി. അവസാനം നമ്മുടെ നാട്ടിലെ കേശുവട്ടം ചോദിച്ചു, അല്ല എനക്കൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നെന്താ എന്ന് പറഞ്ഞു. അപ്പോൾ കേശുവട്ടം വരുമ്പോൾ ഗാലറി മൊത്തം കൂക്കിയ, ഓ ഹെരീപ്പ് ഇവനുണ്ട്, ഓ മൊത്തം ഗാലറി മൊത്തം കൂക്കിയ. അപ്പോൾ കേശുവട്ടം ചെന്ന പാടേന ടേബിൾ എന്ന് പറഞ്ഞു, ഒരു ടേബിൾ, ഒരു മേശ. അപ്പോൾ തന്നെ മേശ എത്തി. ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാം, ഭയങ്കര കൂക്കിയും ബഹളല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ടേബിള് ആനന്റെ കഴുത്തിന്റെ അടുത്ത് അവിടെ ഇട്ട് അതിന്മ കയറിയെന്ന് അരേന്നൊരു മയിൽപ്പീലിങ്ങ് വലിച്ച്, എന്നിട്ട് ആനേന്റെ ചെവിട്ടിലോട്ടങ്ങിട്ട് 2 തിരിങ്ങനെ തിരിക്കുമ്പോ ആന ഇങ്ങനെ
എന്നിട്ട് കാലിക്ക് എടുത്ത് വെച്ച് ആകെ പ്രശ്നമായില്ലേ. രാജാവ് പറഞ്ഞു എങ്ങനെയാണോ കേശുവിന് കല്യാണം കഴിച്ചു കൊടുക്കുക, ഇതെന്താ എന്താക്കുമെന്നാണ്. മന്ത്രി പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് മത്സരം മാറിപ്പോയാന്ന് പറയാം. മത്സരം മാറിപ്പോയാൽ നിങ്ങൾ പേടിക്കേ വേണ്ട. ഉടനെ മന്ത്രി പറഞ്ഞു നമുക്ക് തല ആട്ടിയാലാണ് ഇതാ മത്സരം ഒന്നാണ്. തല ആട്ടയുടെ മാന ഇതാ മത്സരം, ഞങ്ങളോട് മാറിപ്പോയതാണ്, തല ആട്ടണം ഒന്നാണ്. വീണ്ടും മത്സരം വീണ്ടും മത്സരം എല്ലാവരും വരുന്നു, ഗംഭീരമായ ആഘോഷം നടക്കുന്നത്, പലരും വരുന്നു. തല ആട്ടവും പറ്റുന്നില്ല, ആന ഇങ്ങനെ നിന്നെ ഒരു രക്ഷയില്ല. ലാസ്റ്റ് നമ്മളെ കേശവേട്ടൻ വന്ന് ഒരു കൂക്കിയൊന്നുമില്ല കേട്ടോ, ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ലല്ലോ, ഒരു രക്ഷയില്ല. കേശവേട്ടൻ വരുമ്പോൾ പിന്നെ നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലെ മ്യൂസിക് എന്നുള്ള മ്യൂസിക്കാ, ഒരു രക്ഷയില്ല. എല്ലാവരും ഇങ്ങനെ മുൾമുനയില. കേശോട്ടൻ ടേബിൾ, വീണ്ടും ടേബിൾ എത്തി. ഉടനെ കേശോട്ടൻ അതുമേ കയറി. ആനേന്റെ ചേട്ട് ചോദിച്ചു ഞാൻ നേരത്തെ മറ്റേ ചെവിട്ടിലാക്കി എൻ്റെ ആക്കി തരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, താങ്ക് യു.